നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്ക് മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾ മുമ്പ് പ്രവാസി മലയാളി വിടവാങ്ങി. പൊതുമാപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ. മൂടൽമഞ്ഞ് പൊതിയുന്ന അബഹ സന്ദർശകരെ ആകർഷിക്കുന്നു. ഒമാനിൽ ഇ-കൊമേഴ്സ് രജിസ്ട്രേഷന് മറൂഫ് പ്ലാറ്റ്ഫോം. വിമാനയാത്രാ നിയമലംഘനങ്ങൾക്ക് 45 ലക്ഷം റിയാൽ പിഴ ചുമത്തി GACA. സ്ത്രീകളുടെ ഉന്നമനത്തിന് പുതിയ പഠനശാഖ തുടങ്ങാൻ ഷാർജ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് KP ഗ്രൂപ്പ്. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലേക്ക് മടക്കയാത്രയ്ക്ക് മണിക്കൂറുകൾ മുമ്പ് പ്രവാസി മലയാളി വിടവാങ്ങി. 5 വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു രാത്രി പുലർന്നാൽ വൈകിട്ടത്തെ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാമെന്ന സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്ന പ്രവാസി മലയാളി യുവാവ് ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു. റിയാദ് എക്സിറ്റ് 13-ൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന തിരൂർ കല്ലിങ്ങൽ സ്വദേശി മുഹമ്മദ് റഫീഖ് 42 വയസ്സാണ് മണിക്കൂറുകൾ മാത്രം ബാക്കിയായിരിക്കെ താമസ സ്ഥലത്ത് മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. പൊതുമാപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ. പൊതുമാപ്പിന്റെ പേരിൽ വ്യാജ വെബ്സൈറ്റുകളുമായി ഓൺലൈൻ തട്ടിപ്പുകാർ രംഗത്തെത്തുമെന്ന് മുന്നറിയിപ്പ്. പൊതുമാപ്പ് നേടാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തും പൊതുമാപ്പിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞും ഓൺലൈൻ ലിങ്കുകളും വാട്സപ്പ് സന്ദേശങ്ങളും പലർക്കും ലഭിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന പല നിർദ്ദേശങ്ങളും തെറ്റിദ്ധരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. മൂടൽമഞ്ഞ് പൊതിയുന്ന അബഹ സന്ദർശകരെ ആകർഷിക്കുന്നു. അബഹയിൽ രാവിലെയും വൈകിട്ടും മൂടൽമഞ്ഞ് നഗരത്തെ പൊതിയുന്ന കാഴ്ച മനോഹരമാണ്. സൗദി പ്രസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം നടത്തം ഇഷ്ടപ്പെടുന്നവർ ഈ കാഴ്ച ആസ്വദിക്കാനെത്തുന്നു. വേനൽക്കാലത്ത് അബഹയിലെ നടപ്പാതകൾ വിനോദസഞ്ചാരികളാൽ തിങ്ങി നിൽക്കുന്നു. കാരണം ഇവിടെ മികച്ച കാലാവസ്ഥയും പർവ്വതങ്ങളിൽ മേഘങ്ങൾ പൊതിഞ്ഞു കാണുന്നതിനുള്ള അവസരവും ലഭിക്കും. പ്രദേശങ്ങൾ, പൂന്തോട്ടങ്ങൾ, റോഡുകൾ എന്നിവ മൂടൽമഞ്ഞിൽ മറഞ്ഞിരിക്കുന്നത് കാണാൻ വളരെ രസകരമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബഹ. ഒമാനിൽ ഇ-കൊമേഴ്സ് രജിസ്ട്രേഷന് മറൂഫ് പ്ലാറ്റ്ഫോം. ഒമാനിൽ ഇ-കൊമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഓൺലൈൻ വ്യാപാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മറൂഫ് പ്ലാറ്റ്ഫോം ആരംഭിച്ച് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വിൽപ്പനയും വാങ്ങലുകളും ഇനി മുതൽ മന്ത്രാലയം ചട്ടക്കൂടിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. വിമാനയാത്രാ നിയമലംഘനങ്ങൾക്ക് 45 ലക്ഷം റിയാൽ പിഴ ചുമത്തി GACA. സൗദി അറേബ്യയിലെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ GACA വിവിധ വിമാനയാത്രാ നിയമലംഘനങ്ങൾക്ക് 45 ലക്ഷം റിയാൽ പിഴ ചുമത്തി. വിമാന കമ്പനികളും യാത്രക്കാരും സൗദി സിവിൽ ഏവിയേഷൻ നിയമവും അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും ലംഘിച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രധാനമായും യാത്രക്കാരുടെ അവകാശ സംരക്ഷണ നിയമലംഘനങ്ങൾ, വിമാന കമ്പനികളുടെ അനധികൃത ഡ്രോൺ ഉപയോഗം, വിമാനത്തിനുള്ളിലെ മോശം പെരുമാറ്റം എന്നിവയാണ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് പുതിയ പഠനശാഖ തുടങ്ങാൻ ഷാർജ. സ്ത്രീകളുടെ ഉന്നമനവും നേതൃത്വശേഷി വികസനവും മുഖ്യ വിഷയമാക്കി പുതിയ പഠനശാഖയ്ക്ക് തുടക്കമിടാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയും നമ വിമൻ അഡ്വാൻസ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ധാരണയായി. ഷെയ്ഖ ജവഹർ ബിൻത് മുഹമ്മദ് അൽ ഖാസിമി ചെയർ ഇൻ വിമൻസ് ലീഡർഷിപ്പ് എന്നതായിരിക്കും പഠന പരിപാടിയുടെ പേര്. ഇതിനായി 1.5 കോടി ദിർഹത്തിന്റെ ഗ്രാന്റും നമ പ്രഖ്യാപിച്ചു. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി
ഹഷീമിയുടെ ഭാര്യ ഷെയ്ഖ ജവഹർ വനിതകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് നൽകിയ നിർണായക സംഭാവനകളോടുള്ള ആദരസൂചകമായാണ് വിവിധ പഠന വിഷയങ്ങൾ ഉൾപ്പെടുന്ന ചെയറിന് ഷെയ്ഖയുടെ പേര് നൽകിയത്. സമൂഹത്തിന്റെ വികസനത്തിന് തുല്യ സംഭാവന നൽകാൻ ശേഷിയുള്ളവരായി വനിതകളെ രൂപപ്പെടുത്തുകയാണ് നമ്മയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് KP ഗ്രൂപ്പ്. വയനാട്ടിലും വിലങ്ങാടും ഉരുൾപൊട്ടൽ ബാധിതർക്ക് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KP ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. ദുരന്തബാധിതരായവരിൽ അർഹരായവർക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒഴിവുകളിലാണ് നിയമിക്കുക. നിലവിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അക്കൗണ്ടിംഗ്, മർച്ചന്റൈസർ, റെസ്റ്റോറന്റ് ആൻഡ് കഫേകളിൽ ബില്ലിംഗ്, വെയിറ്റർ, മൊബൈൽ ഷോപ്പുകളിൽ ടെക്നീഷ്യൻ, സെയിൽസ് സ്റ്റാഫ് മുതലായ തസ്തികകളിലേക്കാണ് നിയമനം. UAE-ലാണ് നിയമനം. kpgroup1@gmail.com ഇമെയിലേക്കോ അല്ലെങ്കിൽ 97 15 61 88 54 64 നമ്പറിലേക്ക് വാട്സപ്പ് ആയോ CV അയക്കാം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.